കൈക്കൂലി കേസടക്കം 10-ലധികം കേസുകളിൽ പ്രതിയായ പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ വനം മന്ത്രിയുടെ ഒത്താശ. സുധീഷിനെ പിരിച്ചുവിടാനുള്ള വനം സെക്രട്ടറിയുടെ ഉത്തരവ് മന്ത്രി തള്ളി. കൈക്കൂലി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് നടപടി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, 10-ലധികം കേസുകളിലുള്ള ഒരാളെ ഈ ജാമ്യം കിട്ടിയ ഉടനെ തിരിച്ചെടുക്കാൻ മാത്രം എന്താണ് വനം മന്ത്രിക്ക് ഇതിൽ താല്പര്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ സെക്രട്ടറി ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ചിട്ടില്ലേ? ശ്രീജ, 2 ആഴ്ച മുമ്പാണ് പാലോട് റേഞ്ച് ഓഫീസർ കൂടിയായിരുന്ന സുധീഷ് കുമാറിനെ വിജിലൻസ് സംഘം കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തത്. ഗൂഗിൾ പേ ആയി കൈക്കൂലി വാങ്ങിയെന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു സുധീഷ് കുമാറിനെതിരെ വിജിലൻസ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നേരത്തെ സമാനമായ പരാതികൾ സുധീഷിനെതിരെ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന KR ജ്യോതിലാൽ നിയമ വകുപ്പിന്റെ ഉപദേശം തേടിക്കൊണ്ട് വനം വകുപ്പിലെ ഏറ്റവും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനാണ് സുധീഷ് കുമാർ. അതുകൊണ്ട് തന്നെ സുധീഷ് കുമാറിനെ സർവീസിൽ വെച്ചുകൊണ്ട് പോകുന്നത് സർക്കാരിന്റെ അഴിമതി വിരുദ്ധ നയങ്ങൾക്ക് ഘടകവിരുദ്ധമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2024 KR ജ്യോതിലാൽ ഇത്തരത്തിൽ ഒരു കത്ത് നൽകിയത്, നോട്ടീസ് നൽകിയത് വനം വകുപ്പിനായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയത്. അതിനുശേഷവും സർവീസിൽ തുടർന്ന സുധീഷ് കുമാർ ആഴ്ചകൾക്ക് മുമ്പാണ് വീണ്ടും കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ വിജിലൻസ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. അങ്ങനെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷനിൽ കഴിയുകയായിരുന്ന സുധീഷ് കുമാറിനെ അടിയന്തരമായി സർവീസിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത്. അതായത് വരുന്ന മെയ് 30-ന്, ഈ 30 ദിവസം കൂടെ മാത്രമാണ് സുധീഷിന് സർവീസ് കാലാവധിയുള്ളത്. ആ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സർവീസിൽ തുടരേണ്ടത് അനിവാര്യതയാണ്. അത് കണക്ക് കൂട്ടിയാണ് സുധീഷിനെ തിരികെ സർവീസിലേക്ക് എടുത്തിരിക്കുന്നതെന്നാണ് വിവരം. അതിനുവേണ്ടി പ്രത്യേക ഒരു നോട്ട് വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തയ്യാറാക്കിയാണ് സുധീഷിനെ തിരിച്ചെടുക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയതെന്ന വിമർശനവും വനം വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും വനം വകുപ്പ് മന്ത്രി ഏത് തരത്തിലായിരിക്കാം ഇപ്പോൾ ഉയരുന്ന വിമർശനം കൊണ്ട് പ്രതികരിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.